പ്രശസ്തരായ ഫൈസിമാര്, അവരിൽ തന്നെ മെഗാസ്റ്റാറുകൾ, സൂപ്പർ സ്റ്റാറുകൾ, ഇവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഫൈസി ബിരുദ എല്ലാവർക്കും അറിയാം. പട്ടിക്കാട്, മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് ജാമിയ നൂരിയ എന്നാണ് കൊടുക്കേണ്ടത്. 1963 മുതലാണ് അത് അവിടെ ആ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ നമ്മളെ ഏറ്റവും അറിയപ്പെട്ട ഫൈസി, ഒരു സംശയമില്ല, സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫൈസി എന്ന് കാണുന്നില്ല. പക്ഷെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹം ഫൈസി ബിരുദം എടുത്തതായിരുന്നു. അപ്പൊ അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങള് വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാല് ചില ആളുകള് ചിലപ്പോ മറ്റുള്ള പേരുകളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന അവസരം ചിലപ്പോ ഫൈസിന്നോ ബിരുദത്തിന്റെ പേര് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും. വളരെ പ്രശസ്തരായ വ്യക്തികളെ തന്നെ. ഇനിയിപ്പോ അടുത്ത എന്ന് പറഞ്ഞാല് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അടുത്തത് പറഞ്ഞാല് പ്രഭാഷണ രംഗത്ത് ഏറ്റവും ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഒന്ന് ഓണംപള്ളി മുഹമ്മദ് ഫൈസി. അതൊരു പ്രത്യേക ശൈലി, ഒരു ഇമ്പുള്ള ശൈലിയിൽ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ജീലാനി അനുസ്മരണം എന്ന് പറഞ്ഞാണ്ട് ഒരു പ്രഭാഷണം കേട്ടു. പൊതുവെ മറ്റുള്ള വളരെ ഇതിലാണ് പറഞ്ഞത്. പൊതുവെ മറ്റുള്ള ആളുകളിലൊക്കെ വ്യത്യസ്തമായ ഒരു പ്രഭാഷണം. കാരണം ജീലാനി അനുസ്മരണമൊക്കെ നടത്തുമ്പോൾ സാധാരണ കുറെ കഥകളാക്കാനും കൂടുതലും കെട്ടുകഥകളാക്കാനും കൂടുതലും പ്രഭാഷകരിൽ കേൾക്കില്ല. പക്ഷെ മുമ്പിരുന്ന് അങ്ങനെയല്ല കേട്ടത്. ഒരു ചരിത്രത്തിന്റെ വിവരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണം കേട്ടു. പിന്നെ അടുത്തത് ഹക്കീം ഫൈസി ആദർശീകരണം. അദ്ദേഹത്തിന്റെ ആ സ്ഥാപനവും അതിന്റെ നടത്തിപ്പും അതിന്റെ കഴിവും കാര്യങ്ങളും പിന്നെ ചെറിയ വിവാദങ്ങളും അങ്ങനെയൊക്കെയാണ് അറിയാലോ. അദ്ദേഹം അത്യാവശ്യം അറിയപ്പെട്ട വ്യക്തി തന്നെയാണ്. ഇനി അടുത്തത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹം ഈ കേരള സുന്നിയിലെ അറിയപ്പെട്ട പ്രഭാഷകനാണ്. ഖണ്ഡനങ്ങൾക്കും അതിനൊക്കെ മുജാഹിദുകൾക്കും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയൊക്കെ ഖണ്ഡനങ്ങൾക്ക് പോകുന്ന വ്യക്തിയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അതേമാതിരി സി മുഹമ്മദ് ഫൈസി. അദ്ദേഹം അത്യാവശ്യം ഇതാണ്, പല ഹജ്ജ് കമ്മിറ്റി അങ്ങനെ സ്ഥാനങ്ങളിലൊക്കെ നേടി. അദ്ദേഹം AP വിഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ പ്രവർത്തിക്കേണ്ടത്. ഇനി അടുത്തത് നാസർ ഫൈസി കൂടത്തായി. എല്ലാവർക്കും അറിയാം, അദ്ദേഹം സംസ്ഥയിലെ അറിയപ്പെട്ട പ്രഭാഷകനാണ്, സംഘാടകനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സംഘാടന മികവുള്ള ആളാണ്. അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം. കുറിച്ച് അറിയാം. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയപ്പെട്ടത് ഈ അടുത്ത കാലത്ത് പല വിവാദങ്ങളും മറ്റും ഒക്കെ ഉണ്ടായപ്പോഴാണ്. അദ്ദേഹത്തെ പല ആളുകൾ പല വീക്ഷണത്തിലാണ് കാണുന്നത്. ഒരു വിഭാഗം കാണുന്നത് സമസ്തയിൽ പുലർപ്പുണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി അയച്ച ചാരനായിട്ട് പലരും കാണുന്ന ആളുകളുണ്ട്. അല്ല, സമസ്തയിൽ ശുദ്ധീകരിക്കാൻ വന്ന ആളാണെന്ന് അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ 99% അണികളും ഇതൊക്കെ പിത്തനക്ക് വന്ന ആളുകളാണെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർ ഇതാണ്. പിന്നെ അടുത്തത് വലിയുദ്ദീൻ ഫൈസി വെന്നിയൂര്. കക്കാട് മുഹമ്മദ് ഫൈസി. കക്കാട് മുഹമ്മദ് ഫൈസിനെ കുറിച്ച് അറിയാലോ. പിന്നെ ഉമർ ഫൈസി. അദ്ദേഹം ഒരു ഉമർ ഫൈസി എന്ന ഇതിന്റെ അത്യാവശ്യം അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഇപ്പം മുജാഹിദിലാണ്. അതേമാതിരി ബഷീർ ഫൈസി ദേശമംഗലം, നല്ലൊരു 1-ാം നമ്പർ പ്രഭാഷകനാണ്. അതുപോലെ തന്നെ സലീം ഫൈസി കൊളത്തൂര്, ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ. ഈ അടുത്ത കാലത്ത് ഈ കേരള സുന്നിയിലെ ഏറ്റവും നല്ല വേദികളിലൊക്കെ കാണുന്ന ഫൈസി ബിരുദം എടുത്ത ഒരു വ്യക്തിയാണ് സലീം ഫൈസി കൊളത്തൂര്. പിന്നെ അതേമാതിരി ഉമർ ഫൈസി മുക്കം, സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂരും. ഒരുപാട് അങ്ങനെ ഫൈസിമാരെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 5, 10, 20 മിനിറ്റില് അത്യാവശ്യം നല്ല അറിയപ്പെട്ട സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും സ്റ്റാർ വാല്യുള്ള ആളുകളെ ലിസ്റ്റ് എടുത്താല് തീരൂല. പിന്നെ ഫൈസിമാരെ പ്രത്യേകത എല്ലാ വിഭാഗത്തിലുണ്ട്. AP-യിലുണ്ട്, UK വിഭാഗത്തിലുണ്ട്, മുജാഹിദിലും കുറച്ചുണ്ട്, എല്ലാത്തിലുണ്ട്. പിന്നെ ഭൂരിഭാഗം 90-95% UK വിഭാഗം സുന്നിയിൽ തന്നെ ഉള്ളത് ഫൈസിമാര്. പിന്നെ അപ്പോ വീട് ഇഷ്ടമായ ഇതില് എല്ലാവരും കൂടി ഒരിക്കലും ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ വരാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.